മാനവികത പുലരേണ്ട ലോകത്തിൽ അതിർവരമ്പുകൾ മറികടക്കുന്ന ഏവർക്കുമുള്ള താക്കീതായാണ് മണിമുഴക്കം അർത്ഥമാക്കുന്നത്. അതിർവരമ്പുകൾ ലംഘിക്കുക എന്നാൽ വന്യതയുടെ ലോകം സൃഷ്ടിക്കുക എന്നതുതന്നെ. ഇതിന്റെ എല്ലാം അനന്തരഫലങ്ങൾക്ക് വേർതിരിവുകളില്ല. ആരും രക്ഷപ്പെടുന്നുമില്ല. ന്യൂറംബർഗ് വിചാരണകൾ പ്രത്യക്ഷോദാഹരണങ്ങളാണ്. ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ വഴിയൊരുക്കിയ കുറ്റകൃത്യങ്ങൾക്ക് കാർമ്മികരായവരെ ന്യൂറംബർഗ് വിചാരണയിൽ ശിക്ഷ വിധിച്ചതിന്റെ 80ാം വാർഷികമായിരുന്നു ഒക്ടോബർ 18. അധികാര ദുർവിനിയോഗത്തിലും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നവർ അവരുടെ അധികാരവും സ്ഥാനവും എന്ത് തന്നെയായാലും ഒരു ദിവസം സമൂഹത്തോട് ഉത്തരവാദിത്തം ഏറ്റുപറയേണ്ടി വരുമെന്ന് ഈ തീയതി ഓർമ്മിപ്പിക്കുന്നു. ഓഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിലെ കുപ്രസിദ്ധ മരണ ക്യാമ്പുകളിൽ ഒന്നിൽ മാത്രം 1940 മെയ് മുതൽ 1943 ഡിസംബർ വരെ 25 ലക്ഷം പേരെ ചുട്ടുകൊന്നുവെന്ന് നാസി ഓഫീസർ റുഡോൾഫ് ഹെസ് സ്ഥിരീകരിച്ചു. 1/2 ലക്ഷത്തിലധികം പട്ടിണിയോ രോഗങ്ങളോ മൂലം മരിച്ചു. ഓഷ്വിറ്റ്സ് പാളയത്തിലെ വിവിധ ക്യാമ്പുകളിൽ 4 ദശലക്ഷം ആളുകളെയാണ് കൊന്നൊടുക്കിയത്. അമ്മയുടെ കൈകളിൽ നിന്ന് വലിച്ചെടുത്ത് കുഞ്ഞുങ്ങളെ ചൂളകളിലേക്ക് എറിഞ്ഞു. 1945 ഒക്ടോബർ 18 ഹെർമൻ ഗോറിംഗ്, ആൽബർട്ട് സ്പിയർ തുടങ്ങിയ അതിക്രൂരരായ 24 മുൻ നാസി നേതാക്കൾക്കെതിരെ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തി. വിചാരണ 10 മാസം നീണ്ടുനിന്നു. 1946 ഒക്ടോബർ 1 വിധി പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സഖ്യശക്തികൾ യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ, സമാധാനത്തിനെതിരായ ചെയ്തികൾ എന്നിവയിൽ നാസി ജർമ്മനിയിലെ കുപ്രസിദ്ധ നേതാക്കളെ വിചാരണ ചെയ്യുന്നതിനായി നടത്തിയ സൈനിക ട്രിബ്യൂണലുകളുടെ ഒരു പരമ്പരയായിരുന്നു ന്യൂറംബർഗ് വിചാരണകൾ. 1945 1946 ഇടയിൽ ജർമ്മനിയിലെ ന്യൂറംബർഗിൽ നടന്ന ഈ വിചാരണകളിൽ വ്യക്തികളെ അവരുടെ പ്രവൃത്തികൾക്കും ഉത്തരവാദികളാക്കിയും ഹോളോകോസ്റ്റിന്റെ അതിക്രമങ്ങൾ ഔപചാരികമായി രേഖപ്പെടുത്തിയും രാജ്യാന്തര നിയമ പ്രക്രിയയിൽ നിർണായക മാതൃകയായി. അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നുള്ള ചീഫ് പ്രോസിക്യൂട്ടർ റോബർട്ട് ജാക്സൺ പറഞ്ഞത് വീണ്ടും കേൾക്കാം. ഞങ്ങൾ നിരത്തുന്ന തെളിവുകൾ ജുഗുപ്സാവഹമാകാം, നിങ്ങളുടെ ഉറക്കം കെടുത്തി എന്ന് പരാതിപ്പെടാം. പക്ഷേ ഇവ ലോകത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. ജർമ്മനി വിശാലമായ പീഡനമുറിയായി. ലോകമെമ്പാടും ഇരകളുടെ നിലവിളികൾ മുഴങ്ങിക്കേട്ടു. പരിഷ്കൃത സമൂഹത്തിന്റെ ഉള്ളുനൊന്തു. തെളിവുകൾ വ്യക്തമാണ്, വളരെ ശക്തവും. ഞാൻ പറയുന്ന ഒരു വാക്കുപോലും നിഷേധിക്കപ്പെടില്ല. നാസി ആക്രമണം ലോകത്തിന് ഏൽപ്പിച്ച മുറിവുകൾ വളരെ ആഴത്തിലുള്ളതായിരുന്നു. അവിടെ നിന്നും ഇന്നും ചോരയൊലിക്കുകയാണ്. ചീഫ് പ്രോസിക്യൂട്ടറുടെ വാക്കുകൾ പ്രവചന സ്വഭാവം പേറിയിരുന്നു. നാസിസം ഒരു പുതിയ രൂപത്തിൽ ലോകത്തിലേക്ക് പ്രവേശിച്ചു. അവ വംശീയ വിദ്വേഷത്തിന്റെയും തീവ്രവാദത്തിന്റെയും അധികാര ധാർഷ്ട്യത്തിന്റെയും ക്രൂരതയുടെയും ചിഹ്നങ്ങൾ വീണ്ടും പേറി. ദേശീയതയുടെയും സൈനികതയുടെയും ജീവിക്കുന്ന പ്രതീകങ്ങളായി രൂപാന്തരപ്പെട്ടു. നാസി ജർമ്മനിയിലെ ഏറ്റവും ക്രൂരമായ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ രണ്ടാമനായിരുന്നു ഹെർമൻ ഗോറിംഗ്. ഹിറ്റ്ലർ മാത്രമായിരുന്നു മുകളിൽ. കിഴക്കൻ യൂറോപ്പ് കീഴടക്കാനുള്ള ജർമ്മനിയുടെ പദ്ധതിയിൽ ഗോറിംഗ് നിർണായക പങ്കാളിത്തം വഹിച്ചു. ജൂതന്മാരെ കൊള്ളയടിക്കാനും കൊലപ്പെടുത്താനുമുള്ള നാസി നയങ്ങൾ വികസിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി. ന്യൂറംബർഗിലെ അന്താരാഷ്ട്ര സൈനിക ട്രിബ്യൂണൽ ഗോറിങ്ങിന് വധശിക്ഷ വിധിച്ചു. വധശിക്ഷയ്ക്ക് മുമ്പ് ഗോറിംഗ് ആത്മഹത്യ ചെയ്തു. ജർമ്മൻ കുത്തക മുതലാളിത്തത്തിന്റെ സൃഷ്ടിയായിരുന്നു നാസിസം. അത് അധികാരത്തോടൊപ്പം വന്നു, ഭരണകൂടത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. അന്താരാഷ്ട്ര സാമ്രാജ്യത്തെ പിന്തുണയുടെയും നേരിട്ടാർജിച്ച കരുത്തിലും അഭിനമിച്ച് ഭീകരതയും അതിക്രമങ്ങളും പ്രവർത്തന ശൈലിയാക്കി. ഇറ്റലിയിലെ ഫാസിസത്തെ പോലെ നാസിസത്തിനും സ്വേച്ഛാധിപത്യം സ്ഥാപിക്കാനുള്ള പ്രവണതയുണ്ടായിരുന്നു. ക്രുപ്പ് കുടുംബം, ബ്ലോഗർമാർ, ലെവൻഷെറ്റ്സ്, ഷ്രോട്സ്, ഷ്ലിറ്റ്സർമാർ തുടങ്ങിയ ജർമ്മൻ വ്യവസായികളും ധനകാര്യ കേന്ദ്രങ്ങളും നാസി നശീകരണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകി. കിരീടം ധരിക്കാത്ത ഇത്തരം രാജാക്കന്മാർ ജർമ്മനിയുടെ മുഴുവൻ സാമ്പത്തിക ശേഷിയും നാസി ആക്രമണ ശേഷിക്കും വേണ്ടി സമർപ്പിച്ചു. മനുഷ്യരെക്കുറിച്ചുള്ള മനുഷ്യത്വരഹിതമായ നാസി പരീക്ഷണങ്ങളിൽ അവർ ഉന്മത്തരായി. പരീക്ഷണങ്ങളുടെ ഭീകരമായ പ്രക്രിയയിൽ 10,000-കണക്കിന് ആളുകളെ കൊന്നൊടുക്കി, ആളുകളെ അടിമകളാക്കി, പരീക്ഷണ വസ്തുക്കളാക്കി. ന്യൂറംബർഗിൽ 199 പ്രതികളെ വിചാരണ ചെയ്തു. 161 പേരെ കുറ്റക്കാരായി കണ്ടെത്തി. ഹോളോകോസ്റ്റ് കുറ്റകൃത്യങ്ങൾ ഐൻസാൻസ് ഗ്രൂപ്പിലെ നേതാക്കൾക്കെതിരായ US വിചാരണയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി. ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ പ്രതികൾ പൊതുവെ സമ്മതിച്ചു. പക്ഷേ ഒരു ഉയർന്ന അധികാരിയുടെ ഉത്തരവുകൾ പാലിക്കുക മാത്രമായിരുന്നുവെന്നും അതിനാൽ തങ്ങൾ ഉത്തരവാദികളല്ലെന്നും അവർ നിലപാടെടുത്തു. ഹോളോകോസ്റ്റിന് ഏറ്റവും ഉത്തരവാദിയായ നാസികളുടെ പരമോന്നത അധികാരി അഡോൾഫ് ഹിറ്റ്ലറും അടുത്ത നിരവധി സഹായികളും യുദ്ധത്തിന്റെ അവസാന ദിവസങ്ങളിൽ ആത്മഹത്യ ചെയ്തു. ചിലർ ജർമ്മനിയിൽ നിന്ന് വിദേശത്തേക്ക് പലായനം ചെയ്തു. നാസികൾ ജൂതന്മാരെ തങ്ങളുടെ മുഖ്യ ശത്രുവായി കണ്ടു. ജൂത പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വേട്ടയാടി. എന്തുകൊണ്ടാണ് നാസികൾ പ്രത്യേക ജനവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടത്? നാസികൾ തുടക്കം മുതൽ തന്നെ ജർമ്മനിയിലെ ജൂത ജനതയെ നിഷ്കുർണം ഒറ്റപ്പെടുത്താനും ദരിദ്രരാക്കാനും ആഗ്രഹിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഈ നയം കൂട്ടക്കൊലയിലേക്ക് വളർന്നു. നാസികളും അവരുടെ സഖ്യകക്ഷികളും സഹകാരികളും ഹോളോകോസ്റ്റ് എന്ന വംശഹത്യയിലൂടെ
6 ദശലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കി. യൂറോപ്പിലെ ജൂതന്മാരുടെ വംശഹത്യയ്ക്ക് പുറമെ നാസികൾ കമ്മ്യൂണിസ്റ്റുകളെയും മറ്റ് ജനവിഭാഗങ്ങളെയും പീഡിപ്പിക്കുകയോ മൃഗീയമായി കൊന്നൊടുക്കുകയോ ചെയ്തു. പലപ്പോഴും സഖ്യകക്ഷികളുടെയും സഹകാരികളുടെയും സഹായത്തോടെയാണ് നാസികൾ ഇതെല്ലാം ചെയ്തത്.